എല്ലാവരും പറയുന്നത് നന്ദു പാവമാണ്. നന്ദു മിണ്ടാതിരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ കൂടുതൽ മിണ്ടുന്നോണ്ട് ഞാനാണ് ഭീകരി, നന്ദുവാണ് പാവം. പക്ഷെ അങ്ങനെ അല്ല. എനിക്കത് തുറന്നു പറയണം. നന്ദോറിനെ പറ്റി പറയുകയാണെങ്കിൽ നന്ദോണ്ണൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് നന്ദോൻ്റെ അടുത്താ. അപ്പോൾ ഇപ്പോൾ നന്ദോൻ്റെ കൂടെ ഒരാൾ കൂടെ വരുന്നു. ചേച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി നമ്മുടെ വൈബിന് പറ്റിയ ഒരു ചേച്ചിയാണ്. അതുപോലെ ചേച്ചി മാത്രമല്ല, നമുക്കൊരു ഫാമിലി ആയിട്ട് തന്നെ ഒരു ഫാമിലി പാക്കേജ് ആയിരുന്നു. ഒരച്ഛനും അമ്മയും കുഞ്ഞമ്മയും കൊച്ചച്ചന്മാരും അങ്ങനെ ഒരുപാട് ഒരു പാക്കേജായിട്ടാണ് കിട്ടിയത്. ഞങ്ങളല്ല ആദ്യം കണ്ടുമുട്ടിയത്. നന്ദുവിൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞമ്മയും നിയമസഭയിൽ വെച്ച് കുശലം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വന്നൊരാലോചനയാണിത്. ശ്രീകുട്ടി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് അല്ലേ? ഫുൾ ഓൺ വേറെ വൈബാണ്. സോ സത്യം പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ലൈക്ക് കല്യാണമൊക്കെ ആയി എന്ന്. ബട്ട് യെസ്, ബട്ട് ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ് ഫോർ ബോത്ത് ഓഫ് ദം. രണ്ടുപേരും നല്ല സൂപ്പർ പെയറാണ്. All the best, guys. Congratulations. We love you. മോളെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഒത്തിരിയാണ്. ഞങ്ങളുടെ ബ്ലെസ്ഡ് ഗേളാണ് എൻ്റെ കുഞ്ഞ്. ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ അഡോറബിൾ ഡോട്ടർ. അപ്പോൾ ഇന്ന് ജീവിതം തുടങ്ങുന്ന നന്ദോണനും ശ്രീതി ചേച്ചിക്കും എൻ്റെ വക എല്ലാ ആശംസകളും. ഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് ജീവിക്കാൻ പറ്റട്ടെ. ഞാൻ എൻ്റെ ഒരു ഫ്യൂച്ചർ ഹസ്ബൻഡിന് ചിന്തിച്ചാലിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ബട്ട് ഭയങ്കര സിമിലർ ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്ക് എന്തൊക്കെയാണോ ഒരു പാർട്ട്ണറിൽ നിന്ന് വേണ്ടേ, എനിക്ക് ആ കൺസിഡറേഷൻസും റെസ്പെക്റ്റും ആ ഇഷ്ടവും സ്നേഹവും കെയറും എല്ലാം നന്ദുവിൻ്റെ നിന്ന് കിട്ടാറുണ്ട്. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫിനോമിനൽ ആയിരിക്കും ഞങ്ങൾക്ക് വർക്കൗട്ട് ആയത്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയാം. എൻ്റെ മുകളിലുപരി ചിലപ്പോഴൊക്കെ എന്നെ ഗൈഡ് ചെയ്യുകയും എൻ്റെ മെൻ്ററായിട്ടും, ചിലപ്പോൾ ഞാനാണോ അമ്മ അവളാണോ അമ്മയെന്നൊന്നും എനിക്കറിയില്ല, അതുപോലെ സന്തോഷമായിട്ട് കുടുംബവും പ്രൊഫഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇറങ്ങാൻ നേരം ഒരു ചെറിയ സങ്കടമൊക്കെ. ഞാൻ അധികം കരഞ്ഞൊന്നുമില്ല, എത്തിരി. നന്ദു ഞങ്ങളുടെ പൊന്നാങ്ങളെയാണ്. ഞങ്ങൾ കുറേ എന്താ പറയുക ടൈഗർ ബിസ്ക്കറ്റും പാലും ഒക്കെ കലക്കി കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ പാവം പയ്യനാണ്. കുറേ പുളുങ്കുരുവും പിന്നെന്താ കുറേ പെപ്സി വണ്ടിയും ഒക്കെ ആയിട്ട് അവനെ ഒരു മുറിയിൽ ഇങ്ങനെ ഇരുത്തി കൊടുത്താൽ മതി, അവൻ അവിടെ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ കളിച്ച ചെറുക്കനാണ് ഇന്ന് കല്യാണം കഴിച്ചതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണോ സങ്കടമാണോ എത്തുമെന്ന് പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്.